അപ്പൊ നമുക്ക് നോക്കാല്ലേ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെന്താ വലത് കളിച്ചു കയറി. ഇതെന്താ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു വെടിക്കെട്ട് ചെണ്ടവേളോ? അതിരാവിലെ സംഭവിച്ചൊന്നും ജനാർദ്ദൻ കുറിപ്പ് അറിഞ്ഞില്ലേ? പ്രിയപ്പെട്ട ഡിഫിക്കാരെ, എസ്എഫ്ഐക്കാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൊളിച്ചടുക്കാൻ ഇറങ്ങിയിരിക്കുക. ഇവരൊക്കെ രാത്രി പാത്തും പതങ്ങിയും വന്ന് ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ പോയാ എന്റെ സഹായം, എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ്. എന്നെ കുറിച്ച് എന്നാണ് വിചാരിച്ചേ? തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. എനിക്കൊരു കാര്യം ഉറപ്പായി, ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ. ഒരു പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു? ഞങ്ങൾ തന്നെ കാരണം. 1 മണിക്കൂറിൽ ഏറെ നീണ്ട കിറ്റക്സ് സാബുവിന്റെ പ്രസംഗം ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാബു ജേക്കബ് കാട്ടിയ ധൈര്യമാണ്. ഒളി പൊടിച്ചു എന്ന് പറഞ്ഞാൽ അധികാവില്ല. ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. അതെ, നിയമത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇയാളെ കൊണ്ട് വലിയ ശല്യമായില്ല. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. നമ്മളൊന്ന് കാണുന്നുണ്ട്. പിണറായിയുടെ സ്വഭാവം അനുസരിച്ച് മകളെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നവരെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകും. ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ ഇവൻ നമ്മുടെ വരുവൻ തന്നെ. എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേയാണ്, കണ്ടക ശനിയാണെന്ന്. പിടിക്കുന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരെയും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല എന്ന് വിശ്വസിച്ചോളൂ. മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പം. മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോഴൊക്കെ ഇദ്ദേഹം കൂടെ പോയി. ബാബു എങ്കിലും ഒന്നെന്റെ കൂടെ വന്നായിരുന്നു. ഞാൻ വരാം സാർ. സാബു പറയുന്ന അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ കിടന്നപ്പോൾ എല്ലാ ദിവസവും സാബു കൂടെ. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ. നമുക്കങ്ങ് സുഖിക്കണം. അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്ന് സാബുവിന് നന്നായിട്ട്. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. പക്ഷെ ആ രീതിയിലുള്ള ഒരു മര്യാദ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് സാബുവിന്റെ ആരോപണം. നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നന്ദി വേണോടോ, നന്ദി. ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുമാര, ഞാൻ ഇനി എന്ത് ചെയ്യും? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.